നമസ്കാരം, ഞാൻ ലക്ഷ്മി. മില്ലറ്റ് റെസിപ്പീസാണ് കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അത് കണ്ടിട്ടാവണം ബ്രാഹ്മിൻസിൻ്റെ പുതിയ 2 മില്ലറ്റ് പ്രോഡക്ട്സ് എനിക്ക് അവർ അയച്ചു തന്നിരുന്നു. ആദ്യത്തേത് ഇൻസ്റ്റൻറ്റ് ദോശ മിക്സാണ്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു മൾട്ടി മില്ലറ്റ് ദോശ മിക്സ് പൗഡറാണ്. അടുത്ത പ്രോഡക്റ്റ് മില്ലറ്റ് പുട്ടുപൊടി. ഫിംഗർ മില്ലറ്റിൻ്റെ പുട്ടുപൊടിയാണിത്. ഫിംഗർ മില്ലറ്റ് എന്ന് പറയുമ്പോൾ റാഗി. എനിക്കിതിൻ്റെ ഒരു ഗുണം തോന്നിയത്, നമ്മൾ മാർക്കറ്റിലുള്ള പല റാഗി പുട്ടുപൊടികളുടെയും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൽ കളറിന് വേണ്ടിയിട്ട് പല ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ആകെ റാഗി മാത്രമാണ് ഉള്ളത്. അതാണ് എനിക്കിതിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് പുട്ടെന്നും കൂടി നമുക്കൊന്ന് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഈ പുട്ട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പുട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പൊടി കൈയും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ പോവാം. പുട്ട് തയ്യാറാക്കിയെടുക്കാൻ ബ്രാഹ്മിൻസിൻ്റെ മില്ലറ്റ് പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് അളന്നെടുക്കാം. ഇനി ഈ അളന്നെടുത്ത പുട്ടുപൊടി നമുക്കൊരു പാത്രത്തിലേക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പുട്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയിൽ എപ്പോഴും ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കൈകൊണ്ട് ആവശ്യത്തിന് വെള്ളം തളിച്ച് ഈ പുട്ടുപൊടി മുഴുവനായിട്ടൊന്ന് നനച്ചെടുക്കാം. നമ്മൾ എടുത്ത അളവിലുള്ള പുട്ടുപൊടിയുടെ ഏകദേശം പകുതി വെള്ളമാണ് വേണ്ടി വരിക. ഇത് മുഴുവനായിട്ടൊന്ന് നനച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഇനി ഈ പുട്ടുപൊടി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഞാനിന്ന് ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരമൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് കുറച്ച് കൂടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലെയർ കൂടി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വീണ്ടും ആവശ്യത്തിനുള്ള പുട്ടുപൊടി ചേർക്കാം. വീണ്ടും ഒരു ലെയർ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ പുട്ട് തയ്യാറായി വരും. ഇത് ആവിയിൽ വെച്ച് കൊടുക്കുകയാണ്. രണ്ട് 3 മിനിറ്റിൽ തന്നെ പുട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പുട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നാളികേരം കൂടുതൽ ഇട്ടതുകൊണ്ട് ഇതിൽ വേറെ കറി വേണം എന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് പുട്ട്. ബ്രാഹ്മിൻസിൻ്റെ ഈ മില്ലറ്റ് പുട്ടുപൊടിയും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ദോശ മിക്സും ആമസോണിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്കൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.